നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അല്ലാതെ മകളെ തിരിച്ചെത്തിക്കാൻ അമ്മയെ അറസ്റ്റ് ചെയ്യാന്നൊക്കെ പറയുന്നത് അത് വെറും കാടൻ രീതിയാണ്. അതിന് ഞാൻ കൂട്ടു നിൽക്കില്ല. അമ്മയും മകളും ചേർന്നാണ് ഈ തട്ടിപ്പ് നടത്തിയതെന്ന് എനിക്ക് ഉറപ്പാ. ഈ ഉറപ്പ് ആദ്യം നിധിയുടെ കാര്യത്തിലും അമ്മ പറഞ്ഞതല്ലേ? പോലീസ് കേസ് അന്വേഷിക്കട്ടെ. എന്റെ മകൾക്കൊപ്പം ഭാര്യയും കൂട്ടുപ്രതിയാണെന്ന് തെളിഞ്ഞാൽ അറസ്റ്റ് നടക്കട്ടെ. ഞങ്ങൾ തടയില്ല. അതാണ് ശരി. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല. നിയമം പറയുന്നത് അതാണ്. ശരിയല്ലേ സർ? വളരെ ശരിയാ നിധി പറഞ്ഞത്. ഗൗതം, തൽക്കാലം പോലീസുകാരുടെ ജോലി ചെയ്യട്ടെ. പിന്നെ എന്റെ ഊഹം ശരിയാണെങ്കിൽ ശിവാനി ബോയ്ഫ്രണ്ട് പോയിരിക്കുന്നത് എയർപോർട്ടിലേക്കാണ്. അവരെ ഒരു പിടികൂടട്ടെ. ഇൻസ്പെക്ടർ, ശിവാനി എത്രയും വേഗം കണ്ടെത്തണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. ഈ തിരക്കൊഴിഞ്ഞിട്ട് ഞാൻ സ്റ്റേഷനിൽ വന്ന് പരാതി തന്നോളാം. ഓക്കെ സർ. വക്കീൽ, ആ വീഡിയോ എനിക്കൊന്ന് അയച്ചേക്ക്. സർ. നമ്മളിവരെ വെറുതെ വിട്ടതുകൊണ്ട് ഇനി നിധിക്ക് അഹങ്കാരം കൂടും. നമ്മുടെ കുടുംബത്തിൽ വന്ന് എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ലാന്ന് ഇവൾക്ക് തോന്നും. അതിന് ഞാൻ ഇനി നിങ്ങളുടെ കുടുംബത്തിലേക്ക് വരുന്നില്ലല്ലോ. ചെയ്യാത്ത തെറ്റിന് കടുത്ത അപമാനം സഹിച്ച് ഞാൻ ഇവിടെ നിന്നപ്പോ നിധി അങ്ങനെ ചെയ്യില്ല എന്ന് തറപ്പിച്ചു പറഞ്ഞത് ഗൗതം സാർ മാത്രമോ? അമ്മായിയും വസുന്ധരാന്റിയും പരമാവധി കുറ്റപ്പെടുത്തിയപ്പോ ബാക്കിയുള്ളവർ മൗനം കൊണ്ട് അതിന് കൂട്ടുനിന്നു. എന്നെ കൊണ്ടാവുന്നത് പോലെ ഞാനും നിന്നെ സപ്പോർട്ട് ചെയ്തിരുന്നു മോളെ. സമ്മതിച്ചു. പക്ഷെ മറ്റുള്ളവരോ? എന്ത് വിശ്വസിച്ചാ ഞാൻ ഇനി നിങ്ങളുടെ കുടുംബത്തിലേക്ക് വരേണ്ടത്? ഗൗതം സാറിന്റെ ഭാര്യയാവാൻ ഇനി ഒരു കാരണവും ഞാൻ കാണുന്നില്ല. എന്നാര് പറഞ്ഞു? നിധിയെ വിശ്വസിക്കേണ്ട ആൾ വിശ്വസിച്ചു എന്ന് നിധി തന്നെ പറഞ്ഞില്ലേ? നിധി ഈ കുറ്റം ചെയ്യില്ല എന്ന് തറപ്പിച്ചു പറഞ്ഞ ഒരാള് ഇവിടില്ലേ? തന്റെ ഗൗതം സാറ്. എടോ, ഗൗതമിന് തന്നെ വിശ്വാസമാണെന്ന ഒറ്റ പോയിന്റ് പോരെ ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ? നെഞ്ചോട് ചേർത്ത് നിർത്താൻ ഒരു പുരുഷനുള്ളതാണ് ഒരു ഭാര്യയുടെ ഏറ്റവും വലിയ ബലം. അതുണ്ടെങ്കിൽ ബാക്കിയൊക്കെ താനേ വന്നു ചേർന്നോളും നിധി. ദേ, ഈ പറഞ്ഞത് ജീവിതം കൊണ്ട് തെളിയിച്ചവരാ ഞങ്ങള്. സോ ഗോ ഹെഡ്. മോളെ, സമ്മതിച്ചതും പറ. മുഹൂർത്തം കഴിയാറായി മോളെ, നീ സമ്മതിക്കേ. ഗൗതമും നീയും തമ്മിൽ ചേരേണ്ടതാണെന്ന് ദൈവം തീരുമാനിച്ചതാ. അതിനിടയിൽ ചെകുത്താൻ ഒരു കളി കളിച്ചു. ആ കളിയിൽ അറിഞ്ഞോ അറിയാതെയോ ഞങ്ങളൊക്കെ കൂട്ടുനിന്നു. നമുക്കെല്ലാം ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യാനുള്ള അവസരം കൂടിയാണിത്. വിധിയിലും ജാതകത്തിലും ഒക്കെ സത്യം ഉണ്ടെങ്കിൽ ഗൗതമിന്റെ ജീവൻ രക്ഷിക്കാനുള്ള ഒരു അവസരം. ഹലോ, ഇനി എന്തിനാ കൂടുതൽ സംസാരം? നിധിയുടെ മൗനം സമ്മതമാണെന്ന് നിങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ലേ? വേഗം എല്ലാരും മണ്ഡപത്തിലേക്ക് ചെല്ല്. പുതുപ്പെണ്ണിനെ ഞാൻ മണ്ഡപത്തിലേക്ക് കൊണ്ടുവരാം. എല്ലാരും ചെല്ല്. ആ ജോത്സ്യങ്ങളെ, മുഹൂർത്തം ഒക്കെ അല്ലേ? പിന്നല്ലാതെ ഡബിൾ ഓക്കെ. ചെല്ലടാ.
എന്താടാ ഇത്? നിന്റെ ടെൻഷൻ ഇതുവരെ മാറിയില്ലേ? ഒരിക്കൽ കൂടി ഈ വേഷത്തില് കതിർ മണ്ഡപത്തിലേക്ക്. എന്തൊക്കെ ഇനി നടക്കാനിരിക്കുന്നെന്ന് എനിക്കറിയില്ല അർജുൻ. എടാ, ആരംഭത്തിൽ ചില കല്ലുകടികളൊക്കെ നല്ലതാ, പിന്നീട് അങ്ങനൊന്നും ഉണ്ടാവില്ല. ഞങ്ങൾ ലോയേഴ്സിനിടയിൽ തന്നെ പറയും, ആദ്യത്തെ വാദത്തിലൊന്ന് പിന്നോക്കം പോയാൽ പിന്നെ ആ കേസ് ജയിക്കുമെന്ന്. അതുപോലെ തന്നെ ഇതും കൂട്ടിയാ മതി. ശിവാനിയെ പോലൊരു പെണ്ണ് ഓടിപ്പോയത് ആകെയാണെന്ന് കരുതിയാ മതി. പിന്നെ പൂജ പറയുന്നത് നിധി നിനക്കെട്ടിയൊരു നിധി തന്നെയാണെന്നാ. നീ വാ. താലി എടുത്തോളൂ. ഇന്ന് ഈ വിവാഹം നടക്കാൻ കാരണക്കാരായത് നിങ്ങളാ. നിങ്ങൾ ഈ താലി എടുത്ത് ഗൗതമിന് കൊടുക്കണം. അയ്യോ അയ്യോ, അതൊന്നും വേണ്ട ജ്യോത്സ്യനങ്ങളെ. വേണം. മാതൃകാ ദമ്പതിമാരായ നിങ്ങൾ തന്നെ വേണം എന്റെ മോനും മരുമകൾക്കും താലി എടുത്തു കൊടുക്കാൻ. ദാ